കൊച്ചിയിൽ ജാക്കി വെച്ച് അടിത്തറ ഉയർത്തുന്നതിനിടെ ഇരുനില കെട്ടിടം സമീപത്തെ കെട്ടിടത്തിലേക്ക് ചരിഞ്ഞ സംഭവത്തിൽ കെട്ടിടം നേരെയാക്കാനുള്ള ശ്രമം തുടരും. അടിത്തറ ഉയർത്തുന്ന കരാർ ഏറ്റെടുത്ത കമ്പനി ജീവനക്കാർ ഉടൻ സ്ഥലത്തെത്തും. ചരിഞ്ഞ കെട്ടിടം സുരക്ഷിതമാക്കും വരെ ജാഗ്രത പാലിക്കണമെന്ന് അഗ്നിരക്ഷാസേനയെ അറിയിച്ചിട്ടുണ്ട്. അർച്ചനയാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. അർച്ചന, വലിയ ജാഗ്രതയിലാണ് സമീപത്തെ കെട്ടിടങ്ങളിലടക്കം ഉള്ള ആളുകളൊക്കെ ഉള്ളത്. എന്തായാലും കരാർ കമ്പനി ജീവനക്കാർ ഉടൻ തന്നെ സ്ഥലത്തെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഈ കരാർ കമ്പനി വലിയ വ്യത്യാസം തീരുമാനമെടുക്കുക. ഈ കെട്ടിടം തെരഞ്ഞെടുക്കുകയാണ്. അത് നാട്ടിൽ ഉയർത്തുന്നുണ്ട്. ആ സമയത്തെല്ലാം കെട്ടിടങ്ങളുണ്ട്, അവിടേക്ക് ആളുകളുണ്ട്. അവരൊക്കെ നിലവിൽ അവരോടൊക്കെ മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് പൊളിച്ചു മാറ്റുക എന്നത് മാത്രമേ ഇത് സാധ്യമാകൂ എന്നാണ് ഫയർഫോഴ്സ് നൽകുന്ന സ്ഥിരീകരണം. അതേസമയം കമ്പനി അധികൃതർ ഈ കരാർ കമ്പനി ഇത് ഉയർത്താൻ കഴിയുമോ എന്നത് നോക്കും. പക്ഷേ ഉയർത്തുന്നത് കൂടുതൽ അപകടത്തിലേക്ക് പോകും എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഫയർഫോഴ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും പൊളിച്ചു നീക്കേണ്ടി വരും എന്നൊരു ഘട്ടത്തിലേക്കാണ് നിലവിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും സമയത്തിനുള്ളിൽ കമ്പനി അധികൃതരും ഫയർഫോഴ്സും എല്ലാം എത്തി ഇത് നിരീക്ഷിച്ച ശേഷമായിരിക്കും എന്തായാലും രണ്ട് നീക്കങ്ങളായിരിക്കും നടത്തുക എന്നത് പറയുക. അതേസമയം തന്നെ സമീപത്തുള്ളവരോട് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം പാലിക്കാൻ മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട്. ഇന്നലെ 5:30 ഈ പ്രചണ്ഡത്തോടെ കെട്ടിടം ചരിഞ്ഞത്. ഇത്തരത്തിൽ ജാസ്തി ഉപയോഗിച്ച് 4 അടി ഉയർത്തുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. മഴ, വെള്ളപ്പൊക്കമെല്ലാം കണക്കിലെടുത്ത് ഇത്തരത്തിൽ ഈ ഉയർത്തുന്ന നിർമ്മാണ പ്രവർത്തികൾ നടക്കുകയായിരുന്നു. ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള കരാർ കമ്പനിയാണ് ഈ കെട്ടിടം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തത്. അതിനിടെയാണ് ഇത്തരമൊരു അപകടം ഉണ്ടാകുന്നത്. എന്തായാലും ഇന്നലെ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്ന ആശ്വാസകരമാണ്. കാരണം സമീപത്തൊക്കെ ആളുകൾ ഈ അകത്ത് പണിയെടുക്കുന്നുണ്ടായിരുന്നു. അവർ ഈ ശബ്ദം കേട്ടുടൻ തന്നെ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും ആളപായമില്ല എന്നത് ആശ്വാസകരമാണെങ്കിലും ഇപ്പോഴും ആശങ്ക ഉയർത്തുന്നുണ്ട്. സമീപത്തെല്ലാം ബിൽഡിങ്ങുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവരോട് കൃത്യമായി ജാഗ്രത പാലിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി, അർച്ചനയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.